എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഒരു വേടൻ 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 എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശബ്ദത്തിൽ ഈ വേടൻ എന്ന് പറയുന്നത് ഒരു വേടർ സമുദായം എന്ന് ഉണ്ട് എന്നിരിക്കെ ഒരു കഞ്ചാവടിച്ചും പെണ്ണ് പിടിച്ചും നടക്കുന്ന, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ലോക നേതാവുള്ള നരേന്ദ്രമോദിജിയെ പോലും പച്ചത്തെറി വിളിച്ച് നടക്കുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ആസനം. സുഹൃത്തുക്കളെ, ഈ കടകടകനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെങ്കാതര പേര് VK ബൈജു ഒരു നല്ല അസല് സംഖ്യയാണ്. തീട്ട സംഖ്യ എന്നൊക്കെ ഈ ഒരു VK ബൈജുവിന് പേരുണ്ട്. അതുപോലെ മലം സംഖ്യ എന്നൊക്കെ പലപ്പോഴും ആളുകളൊക്കെ ഈ സംഖ്യയെ വിളിക്കാറുണ്ട് കേട്ടോ. മലപ്പുറത്ത് ആളുകളൊക്കെ വളരെ മാന്യന്മാരായതുകൊണ്ട് മാത്രം നേരം പോലൊക്കെ നടക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ അടുത്ത കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കേസ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് 1 മാസത്തിലൊക്കെ ജയിലിൽ കിടന്ന് വളരെ മാന്യമായിട്ട് വീണ്ടും വന്ന് കുണകുണ വർത്തമാനം പറയുന്ന ഒരാളാണ്. അസല് സംഖ്യയാണ്. ഇപ്പോൾ വേടനെതിരെ ഒരു ഗംഭീര വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഗംഭീര വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു തല്ലും, സ്റ്റേജിൽ കയറാൻ സമ്മതിക്കില്ല എന്നാണ് ഇപ്പൊ VK ബൈജുവിന്റെ ഒരു വർത്തമാനം വന്നിട്ടുള്ളത്. എന്തായാലും ആ വർത്തമാനം കേട്ട് കൂട്ടാം. നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറും. കിട്ടിക്കഴിഞ്ഞവരൊക്കെ പൊട്ടിക്കാനൊക്കെ ചില ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരു തരത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം മലപ്പുറത്ത് ഈ ചെങ്ങാതി എന്ന് പറയാൻ പറ്റില്ല, ഈ നറി എന്തായാലും ആദ്യമായിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടാവുന്ന, ഒരു അറസ്റ്റിലാവുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ രസമാണ്. അവിടെ ഒരു ഇസ്ലാമിക വിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിം, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ളത് അവിടുത്തെ ഒരു ചെങ്ങാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ തുടങ്ങി. അതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് തുടങ്ങിയത്. വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഗണപതി പൂജ നടത്തി തുടങ്ങിയാൽ മതിയെന്നും, ഗണപതി പൂജ കഴിക്കുന്നവർ മാത്രം അവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തിയാൽ മതിയെന്നും പറഞ്ഞിട്ട് ഇവന് വലിയ പ്രശ്നം ഉണ്ടാക്കി വീഡിയോ ഇട്ടു. അങ്ങനെയാണ് ഈ നാരെ ആദ്യമായിട്ട് അറസ്റ്റിലാവുന്നത്. ഇപ്പൊ നമ്മുടെ വേടനെ നെഞ്ചത്തേക്ക് കയറിയിട്ടുണ്ട്. കേരളക്കാരുടെ ഒക്കെ ഭയങ്കര രസമാണ്. എന്തായാലും ആ വെല്ലുവിളിയൊക്കെ ഒന്ന് കേട്ടു. തുടച്ചു നടക്കുന്ന ഒരുത്തൻ എന്ന് മാത്രമേ ഇവനെ വിശേഷിപ്പിക്കാനാവൂ. അത്തരത്തിലുള്ള ഒരുത്തനെതിരെ കഞ്ചാവ് കേസും പെണ്ണ് കേസും ഇങ്ങനെ ഒട്ടേറെ കേസുകൾ വന്നിട്ട് പോലും ഈ നാട് അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി, ഹിന്ദുക്കളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി, ഹിന്ദുക്കളെ വീണ്ടും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അതിലൂടെ ഈ പറഞ്ഞു കേട്ട വിചാരിക്കും ഹിന്ദുക്കളൊക്കെ വളരെ മാന്യം വരേക്ക് ജാതി മതം നോക്കാതെ വളരെ ഒരുമയോടുകൂടി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ 19ാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിലെ ഹിന്ദുക്കളൊക്കെ എങ്ങനെ ജീവിച്ചെന്ന് പറയാൻ കഴിയും. നോക്കൂ, പാല് കുടിക്കാൻ, പശുവിന്റെ പാല് കുടിക്കാൻ അധികാരമില്ലാത്ത ആൾക്കാരായിരുന്നു ഇവിടുത്തെ പല ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാരും. ഇനിയിപ്പോ ഈ പറയുന്ന VK ബൈജു അടക്കമുള്ള കൊണവാതിരികാര വർത്തമാനം പറയുന്ന ഈ ചെങ്ങാതിക്ക് കൂടിയിട്ട് ഈ എല്ലാ ആൾക്കാരും ഹിന്ദുക്കളായിട്ട് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയ സംശയമായിട്ടാണ്. എന്തായാലും പറയുന്നത് കുറെ ജാതിൽ താഴ്ന്ന കുറെ ആൾക്കാർക്ക് ഇവിടെ പശുവിന്റെ പാല് കുടിക്കാൻ അധികാരമുള്ളായിരുന്നു. എന്തിനാ മാറുമറയ്ക്കാൻ, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അധികാരമില്ലായിരുന്നു. കാതിൽ കമ്മലിടാൻ, വെള്ളിയുടെയോ സ്വർണത്തിന്റെ കമ്മലിടാൻ അധികാരമില്ലായിരുന്നു. കല്ലുമാല ധരിച്ച് നടക്കണമായിരുന്നു. കല്ലുമാല എന്ന് വെച്ചാൽ കല്ല് കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ച് നടക്കണം. ഞങ്ങൾ ജാതിൽ താഴ്ന്നവരാണ് തെളിയിക്കുന്ന മാല ധരിച്ച് നടക്കണമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ 19ാം നൂറ്റാണ്ടിലൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു ഹിന്ദുക്കളും നേരം പോലെ ജീവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുമോടി കൂടി ജീവിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ ഭയങ്കര ചേർച്ചയായിരുന്നു. ഇമാതിരി ചേർച്ച വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇത്രയും ഒരുമ ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിക്കും. അത്രയ്ക്ക് നികൃഷ്ടമായൊരു ജീവിതമായിരുന്നു ഇവിടുത്തെ പല ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ജീവിച്ചിരുന്നത് മനസ്സിലാക്കുക. അമ്പയെ തകർന്നു പോയ ഒരു ഹിന്ദു വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കെ ആ ഹിന്ദുക്കളെ മുഴുവൻ ഇപ്പോ പ്രീണിപ്പിക്കല ആകെ തകർത്ത് തരിപ്പണാക്കി 4 കഷ്ണമാക്കാൻ നടക്കുകയാണ് നമ്മുടെ വേടൻ എന്ന രീതിയിലാണ് ഇപ്പൊ VK ബൈജുവിന്റെ വർത്താനം കേട്ടോ. എമ്മാര് തെണ്ടി വർത്താനം ആലോചിച്ച് നോക്കി. ചോര മോന്താൻ നടക്കുന്ന ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് നരഭോജികളെ സുഖിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആസൂത്രിത നീക്കം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മുൻപിലേക്ക് ആശ്വാസത്തിന്റെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും VK ബൈജുവിന്റെ ഒരു ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാല്, വേടനായിക്കോട്ടെ ഏതൊരാളായിക്കോട്ടെ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ കുറ്റം പറയാന്നുള്ളതാണ്. ജിഹാദി എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ മദ്രസ പൊട്ടന്മാർ എന്നുള്ളൊരു വാക്ക് ഇല്ലാതെ ഈ ഒരു വൃത്തികെട്ടവന്റെ ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ ഇവന്റെ വീഡിയോസിലൊക്കെ ഒന്ന് കയറി തപ്പി നോക്കി. ഞാൻ ചുമ്മാ പറയുന്നില്ല. ഇവന്റെ വീഡിയോസിൽ മുഴുവൻ ഒന്നെങ്കിൽ മദ്രസ പൊട്ടന്മാരെന്ന് ഈ മുസ്ലിങ്ങളെ കളിപ്പിക്കുക, അല്ലെങ്കിൽ ജിഹാദികൾ എന്ന് എല്ലാ മുസ്ലിങ്ങളെയും വിളിക്കുക. ഇതല്ലാത്ത വേറെ വീഡിയോ ഇവൻ ചെയ്യില്ല. മുസ്ലിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൂടാത്തൊരു വിഭാഗമായിട്ടാണ് ഇവൻ കരുതുന്നത്. ഇവൻ എവിടെയാണ് താമസിക്കുന്നത്, ഇവൻ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്, ആരെ കടയിൽ നിന്നൊക്കെ ഇവൻ ചായ കുടിക്കുന്നത്, എവിടുന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നത് ഒരു പിടുത്തവുമില്ല കേട്ടോ. ഇവനൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന പല ഭക്ഷണവും ആരൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. എത്ര കൈകളിലൂടെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്നിട്ടും ഇരുന്ന് ഒരു നാണവുമാനില്ലാതെ വർഗീയ വർത്തമാനം മാത്രം ഛർദ്ദിക്കുക എന്നുള്ളതാണ് VK ബൈജുവിന്റെ ലക്ഷ്യം കേട്ടോ. എന്തായാലും ഈ വീഡിയോയിലും വേടനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്, വേടനെ തെറി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഈ വീഡിയോയിൽ പോലും ഇതാ ജിഹാദി എന്നുള്ള വാക്ക് കൊണ്ടുവന്നിരിക്കുന്നു.
ഇരണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആദർശ് വേണുഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ വാക്കുകളെ നമ്മൾ ഉദ്ധരിക്കേണ്ടത്. കാരണം അദ്ദേഹം സുഹൃത്തുക്കളെ, ഇപ്പൊ ആദർശ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പുതിയ സംഖ്യ വന്നിട്ടുണ്ട്. എന്തോ ഒരു രാമസേനയാണ്, ശ്രീരാം സേനോ സംതിങ് ലൈക്ക് ഒരു സേന ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചെങ്ങാതി വയനാട് എങ്ങാണ്ടൊക്കെ ഈ സേന ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സേനയുടെ വലിയ നേതാവാണ് ഇരിക്കുന്നത്. ആ വലിയ നേതാവ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി എങ്ങനെ വേടൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, വേടൻ ഒരു പാട്ടുപാടൻ എവിടെയെങ്കിലും പാട്ടുപാടുന്നുണ്ടെന്നറിഞ്ഞാൽ ഈ സേന കയറിയിട്ട് വേടനെ അടിക്കും, വേടനെ തവിട് പിടിക്കും. വേടൻ പുറത്തിറങ്ങിയാൽ കൈകാര്യം ചെയ്യുമെന്നാണ്. വേടൻ പുറത്തിറങ്ങിയാൽ കൈകാര്യം ചെയ്യും. ആൺകുട്ടികൾ ഇറങ്ങി വാ വേട ഒന്ന് മുട്ടി നോക്ക് എന്നാണ് ഇപ്പൊ ഇതിന്റെ തമ്പിനിൽ തന്നെ ഈ ഒരു നാറി കൊടുത്തിരിക്കുന്നത്. അതായത് വേടൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെടയ്ക്കുമെന്നാ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കാണാം. എന്തായാലും ആ ഒരു സേനയുടെ നേതാവ്, പല സേനകളുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ, അങ്ങനത്തെ ഒരു സേനയുടെ നേതാവാണ് ഈ വർത്താനം പറയുന്നത്. നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനെയാണ്, അദ്ദേഹത്തിന്റെ ആ യാത്രാ പദത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്. കാരണം ഇപ്പൊ വളരെ പോപ്പുലർ ആയത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടാണ്. അദ്ദേഹം ആ കേസിൽ ഇപ്പോ പ്രതിയായ ശേഷമാണ് ഇപ്പൊ അദ്ദേഹത്തെ മാധ്യമങ്ങളടക്കം എല്ലാവരും ആഘോഷിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്താ, നിനക്ക് അറിയാത്തോണ്ട നീ ഈ ഒരു ലോകത്ത് ജീവിച്ചാണ്. നീ സേനയുടെ പിന്നാലെ അതിന്റെ വാലും പിടിച്ച് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ആൽബം ഇറങ്ങിയിട്ട് അന്നു മുതലേ അത്യാവശ്യം ബോധമുള്ള, അത്യാവശ്യം തലച്ചോറുള്ള ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ ഇവൻ പ്രസിദ്ധനാണ്. അത്യാവശ്യം അറിയായിരുന്നു. ഒരുപക്ഷെ ഇതിന് ശേഷമായിരിക്കും നിങ്ങളെപ്പോലുള്ള ചില വെടലുകൾ ഒരുപക്ഷെ വേടൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിനുമുമ്പ് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വേടൻ അറിയായിരുന്നു, അവന്റെ പാട്ടറിയായിരുന്നു, അവൻ സിനിമയിൽ പാടിയാറായിരുന്നു, അവനെ ആഘോഷിച്ചിരുന്നു. അന്നും ആൾക്കാരുണ്ട്, ഇന്നും വേടന് ആൾക്കാരുണ്ട്. ഇപ്പൊ ആള് കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് ആള് കൂടിയേ? നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് ഇവനെ എതിർക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ കൂടി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ വേടൻ നെഞ്ചത്തേക്ക് എല്ലാവരും കൂടി കയറാൻ നോക്കിയ സമയത്ത് ഇത് എന്തിനാണ് ഈ ചെങ്ങാതിര നെഞ്ചത്തേക്ക് കയറണേ, അവൻ വളരെ മാന്യമായിരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ എന്നുള്ള കാരണം വെച്ചിട്ടായിരിക്കണം ഇപ്പൊ വേടന് കൂടുതൽ പ്രസക്തി വന്നിട്ടുണ്ടായിരിക്കുക. എന്തായാലും നിങ്ങളെപ്പോലുള്ള തീവ്ര ഹിന്ദുത്വ ശക്തികൾ എതിർക്കും തോറും വേടനെ സംരക്ഷിക്കാൻ ഇവിടെ ആയിരങ്ങൾ ഉണ്ടായിരിക്കും. നോക്കൂ, 10-20,000 പേര് വരുന്ന ഒരു പ്രോഗ്രാമാണ് പലപ്പോഴും വേടൻ ഉണ്ടാവുന്നത്. ആ പറയുന്നതിന് മുമ്പ് ഇവന്റെ വർത്തമാനം മുഴുവൻ കേട്ടിട്ട് പറയാം. ഇയാളുടെ പ്രോഗ്രാം തടയുന്ന രീതിയിലേക്ക് നീക്കമുണ്ടോ ശ്രീരാമസേന? എന്താണ് ആ ചോദ്യം? നമ്മളതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വേടൻ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള അടിമയായിക്കൊണ്ട് ലഹരി കൂത്താട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാംസേന അതിനെ തടയിടാനായിട്ടുണ്ടാവും എന്നാണ് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പരാതിയിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അടിപൊളി നല്ല അടിപൊളി. അതായത് നമ്മുടെ ശ്രീരാം സേന എന്നാട്ട സേനന്റെ പേര്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ശ്രീരാം സേനയുടെ ഒരു വലിയ അധിപനാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവൻ പറയുന്നത് ഇനി വേടന്റെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അതിൽ ലഹരി കൂത്താട്ട മാത്രമേ. എന്റെ പൊന്നു സുഹൃത്തുക്കളല്ലേ, വേടനോടെ പാട്ട് പാടുമ്പോ അവിടെ കാണാൻ വന്നവര് കല്ലുപിടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളെന്ത് ചെയ്യാനാന്ന്. എന്തായാലും അങ്ങനെ വേടന്റെ പാട്ടുകൾ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനടക്കമുള്ള ആളുകൾ വന്നിട്ട് വേടനെ കൈകാര്യം ചെയ്യും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 100 അല്ലെങ്കിൽ 10 ആളുകളല്ല വേടന്റെ പരിപാടിക്ക് വരുന്നത്. ഇനി ഈ പറയുന്ന ആളടക്കം പറ്റുമെങ്കിൽ കേൾക്കാൻ വേണ്ടി മാത്രം പറയാണ്, 100-200 ആൾക്കാരെന്നല്ല വരാൻ പോകുന്നത്. നല്ല ചുറുചുറുക്കുള്ള, നല്ല മെയ്വഴക്കമുള്ള, ഒരു പക്ഷെ പറയുകയാണെങ്കിൽ നല്ല പണിയെടുത്ത് നല്ല അധ്വാനിച്ച കൈത്തഴമ്പുള്ള ആൾക്കാരൊക്കെയാണ് വേടന്റെ ആരാധകർ. നല്ല ചെറുപ്പക്കാരാ, 2K കിഡ്സ് ആണ്. ഒരു അറഞ്ചം പൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എങ്ങാണ്ടും അതിന്റെ ഇടയ്ക്ക് 100, 10, 100 അല്ലെന്നാ പറഞ്ഞു, 10-20,000 ആൾക്കാരാണ് ഈ വേടന്റെ പരിപാടി കാണാൻ വരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെപ്പോലുള്ള 3-4 നരുന്തുകള് ശ്രീരാമസേന എന്ന് പറഞ്ഞിട്ട് കൊടിയും പിടിച്ചാണ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലും കൂടൊക്കെ ബാക്കി ഉണ്ടാവും എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തായാലും വേടനെ വെല്ലുവിളിച്ച നിങ്ങളെ ശരീരമൊക്കെ നോക്കിയിട്ട് മാത്രം ഈ പ്രോഗ്രാമിനൊക്കെ ഇറങ്ങിയാൽ മതി, വേടനൊക്കെ തടുക്കാൻ ഇറങ്ങിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉപദേശം മാത്രമായിട്ട് എടുത്താൽ മതി. വേടന്റെ പരിപാടിക്ക് അല്ലെങ്കിൽ തന്നെ പോയിട്ട് നാട്ടുകാർക്ക് ശ്വാസം മുട്ടി വീഴുകയാണ്. കാരണം അമ്മാതിരി തിരക്കാണ്, തളർന്നു വീഴുന്നു, ആംബുലൻസിൽ കൊണ്ടുപോകുന്നു, വേടന് പാട്ട് നിർത്തേണ്ടി വരുന്നു. കാരണം ആളുകളുടെ തിരക്ക് മൂലം പാട്ട് നിർത്തേണ്ടി വരുന്നു. അതിനിടയ്ക്കാണ് നിങ്ങൾ ആ പൂഴിമണ്ണിട്ട താഴത്തേക്ക് വീഴാത്തത്ര വേടന്റെ ആരാധകരുള്ള അതിനിടയ്ക്ക് പോയിട്ട് നിങ്ങൾ വേടനെ അടിക്കുമെന്ന്. ഇത് എന്ത് വർത്താനായി പറയുന്നത്? ആരോടാ പറയുന്നത്? എവിടെ നോക്കിയിട്ടാ പറയുന്നത്? നിങ്ങൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലെ ഏതെങ്കിലും പാവങ്ങളായിട്ടുള്ള ഈ മുസ്ലിങ്ങളൊക്കെ പിടിച്ചിട്ട് പറയടാ ശ്രീരാം
എന്നൊക്കെ പറയടാ, എന്താ പറയുക, ജയ് ശ്രീരാം എന്ന് പറയടാ, അല്ലെങ്കിൽ പിടയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിടച്ചിട്ട് അടിച്ചിട്ട് ആ പാവങ്ങളെ കൊണ്ട് ജയ് ശ്രീരാം എന്ന് പറയിക്കുന്നത് പോലെ ഇവിടെ വന്ന് വേടനെ പോലുള്ള ദളിതിലൊക്കെ പെട്ട ഈ ഒരു പയ്യന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ അങ്ങ് പോയിട്ട് ശ്രീരാമസേന എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞ്, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെ കൊടി ഉണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ ശരീരം ഉണ്ടാവില്ല. ആ 10-20,000 പേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടിയാൽ മതി. 20,000 പേര് ഒന്നും വേണ്ട, നിങ്ങൾ അവിടെ മെല്ലെ നിർത്തിയിട്ട് തോണ്ടിപ്പോയാൽ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങളെ ഇടുക്കാണ്ടാവില്ല. ആ ഒരൊറ്റ തോണ്ടൽ കൊണ്ട് മാത്രം ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തഴുകിയാൽ മതിയല്ലോ. 20,000 പേര് ചെറുതായിട്ടൊന്ന് തഴുകിയാൽ മാത്രം പിന്നെ തീരാവുന്നുള്ളൂ നമ്മുടെ മനുഷ്യ ശരീരങ്ങളൊക്കെ. എന്തിനാ വെറുതെ വേണ്ടാത്ത ഗീർവാണങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ അടിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങളോടക്കമുള്ള ഈ VK ബൈജടക്കമുള്ള ഈ സംഘപരിവാറിന്റെ കൊടി പിടിച്ചടക്കുന്ന ആ ഒരു ചാണങ്ങളോട് പറയാനുള്ളതാണ്, വേട ഇനിയും പാടും. അതിനൊരു പക്ഷേ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കും. ചുമ്മാതല സപ്പോർട്ട് കൊടുത്തത്, അവൻ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട്, അത് അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറയൽ എങ്ങനെയായിരുന്നു? ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ അത് ഒഴിവാക്കുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് തെറ്റു പറ്റിപ്പോയി. ഇത് തുറന്നു പറയാണ് സുഹൃത്തുക്കളെ, നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു പറയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടിയത്, മാധ്യമങ്ങളുടെയും ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ടാണ്. പിന്നെന്താ പറഞ്ഞേ? കാണികളോട് പറഞ്ഞത് എന്തുവാ? നിങ്ങൾ എൻ്റെ മോശ സ്വഭാവങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസർ ആവരുത് എന്നാണ്. ഞാൻ മദ്യപിക്കുന്ന കണ്ട് നിങ്ങൾ മദ്യപിക്കരുത്, ഞാൻ പുകവലിക്കുന്നത് കണ്ട് നിങ്ങൾ പുകവലിക്കരുത്, അത് ശരിയല്ല എന്ന് നാട്ടുകാരെ മുമ്പിൽ വെച്ച് പറയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അങ്ങനെ നോക്കാൻ ആരുമില്ലായിരുന്നു, എനിക്ക് വഴി കാണിച്ചു തരാൻ ആരുമില്ലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കൽ കഞ്ചാവ് അടിച്ചിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളൊക്കെ വിളിക്കുന്ന പോലെ ആ ഒരു പേര് വിളിക്കാൻ എനിക്ക് വയ്യ. എന്തായാലും അങ്ങനെ വിളിച്ചിട്ട് കഞ്ചാവ് എന്തൊരു പേര് വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരാളായിട്ട് ആ മനുഷ്യനെ, ആ ഒരു വേടനെ സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ പരിപാടി കാണാൻ മതി. ബെസ്റ്റ് നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കഞ്ഞി കുടിച്ചിട്ട് ഇപ്പോൾ ഉണക്കമന്തലൊക്കെ ഉണ്ടെങ്കിൽ നല്ല മഴയല്ലേ, അതൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാതെ കുടിച്ച് കിടന്നു പറഞ്ഞാൽ നല്ല തണുപ്പല്ലേ. ഇതിനാ വെറുതെ വേടന്റെ ആരാധകരുടെ സ്നേഹം നിങ്ങൾ വെറുതെ വാങ്ങിക്കുന്നു അല്ലേ? ബൈ.